എന്താണ് പി എം ശ്രീ? പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. ഇന്ത്യയിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തലും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ NEP 2020 ഭാഗമായ ഈ പദ്ധതിയിൽ ഇപ്പോൾ കേരളവും പങ്കാളികളാണ്. രാജ്യത്തുടനീളമുള്ള 14,500-ലധികം സർക്കാർ സ്കൂളുകളെ മികച്ച നിലവാരമുള്ള മാതൃകാ സ്ഥാപനങ്ങളായി മാറ്റുക എന്നതാണ് പി എം ശ്രീയുടെ ലക്ഷ്യം. ആധുനിക സാങ്കേതിക വിദ്യ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലബോറട്ടറികൾ, കായിക സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കുക. പ്രായോഗിക അധിഷ്ഠിതവും കഴിവുകൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ പഠനമാണ് പഠനരീതി. ഈ പദ്ധതിയിൽ ചേരുന്ന സ്കൂളുകളുടെ പേരിന് മുന്നിൽ പി എം ശ്രീ എന്ന് ചേർക്കുകയും പ്രധാനമന്ത്രിയുടെ ചിത്രം സ്ഥാപിക്കുകയും വേണം. പുതിയ ഘടനയും 5+3+3+4 NCERT സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പഠനരീതിയും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രീതിക്ക് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. കേരള സർക്കാർ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് 2025 ഒക്ടോബറിലാണ്. സംസ്ഥാന മന്ത്രിസഭ ഇതിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് 2025 ഒക്ടോബർ 23-നാണ്. കേരളത്തിൽ 336 സ്കൂളുകളാണ് ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 1 കോടി രൂപ വരെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ലഭിക്കും. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള 30 ചോദ്യങ്ങൾ. പി എം ശ്രീ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. കേന്ദ്ര സർക്കാർ പി എം ശ്രീ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 2022 സെപ്റ്റംബർ 7-ന്. ഏത് വിദ്യാഭ്യാസ നയത്തിന്റെ നടപ്പിലാക്കുന്നതിനുള്ള മാതൃകാ വിദ്യാലയങ്ങളാണ് പി എം ശ്രീ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020. പി എം ശ്രീ പദ്ധതിയുടെ കീഴിൽ രാജ്യത്തുടനീളം എത്ര സ്കൂളുകൾ നവീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്? 14,500-ൽ പരം. പി എം ശ്രീ പദ്ധതിയുടെ ഔദ്യോഗിക കാലാവധി ഏത് സാമ്പത്തിക വർഷം വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? 2026-27. പി എം ശ്രീ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ള ആകെ ബജറ്റ് തുക എത്രയാണ്? 27,360 കോടി. പി എം ശ്രീ പദ്ധതി ഏത് തരത്തിലുള്ള പദ്ധതിയാണ്? കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതി. സംസ്ഥാനങ്ങളിൽ പി എം ശ്രീ പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന ധനസഹായ അനുപാതം എത്രയാണ്? 60:40. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും ഈ പദ്ധതിയുടെ ധനസഹായ അനുപാതം 90:10 ആണ്. നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഈ പദ്ധതിയുടെ എത്ര ശതമാനം തുകയാണ് കേന്ദ്രം നൽകുന്നത്? 100%. ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡിയിൽ പരമാവധി എത്ര സ്കൂളുകളാണ് പി എം ശ്രീ പദ്ധതിക്കായി തിരഞ്ഞെടുക്കുവാൻ സാധിക്കുക? 2. പി എം ശ്രീ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഓൺലൈൻ പോർട്ടൽ ഏതാണ്? പി എം ശ്രീ പോർട്ടൽ. പി എം ശ്രീ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മത്സര രീതിയെ പൊതുവെ എന്താണ് വിളിക്കുന്നത്? ചലഞ്ച് മോഡ്. പി എം ശ്രീ സ്കൂളുകളിലെ പഠന പുരോഗതിയും ഗുണനിലവാരവും വിലയിരുത്തുന്നതിനുള്ള ചട്ടക്കൂട് ഏതാണ്? സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക്. പരിസ്ഥിതി സൗഹൃദപരമായ സൗകര്യമുള്ള സ്കൂളുകളെ പി എം ശ്രീ പദ്ധതി പ്രകാരം എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഗ്രീൻ സ്കൂളുകൾ. പി എം ശ്രീ വിദ്യാലയങ്ങളെ താഴെ പറയുന്നവയിൽ ഏതിനാണ് മുൻഗണന നൽകുന്നത്? നൈപുണ്യ അധിഷ്ഠിതവും പ്രായോഗികവുമായ പഠനം. പി എം ശ്രീ പദ്ധതിയുടെ ഗുണഫലങ്ങൾ നേരിട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ്? 20 ലക്ഷത്തിലധികം. ഈ പദ്ധതി പ്രകാരം ഓരോ കുട്ടിയുടെയും പഠനം വിലയിരുത്തുവാൻ എന്ത് സംവിധാനമാണ് ഒരുക്കുന്നത്? യുണീക്ക് ID. ഒരു സ്കൂളിന് പി എം ശ്രീ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ഗ്രാമീണ മേഖലയിൽ എത്ര ശതമാനം മിനിമം സ്കോർ UDI/SET+ പാരാമീറ്ററുകളിൽ ലഭിച്ചിരിക്കണം? 60%. നഗരമേഖലയിലെ സ്കൂളുകൾക്ക് പി എം ശ്രീ പദ്ധതിയിൽ അപേക്ഷിക്കുവാനുള്ള മിനിമം സ്കോർ എത്രയാണ്? 70%. പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതിനായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവുമായി ഒപ്പുവെക്കേണ്ട കരാർ ഏതാണ്? ധാരണാപത്രം. പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന കേന്ദ്ര മന്ത്രാലയം ഏതാണ്? വിദ്യാഭ്യാസ മന്ത്രാലയം. പി എം ശ്രീ സ്കൂളുകളിൽ ശാസ്ത്ര സാങ്കേതിക അഭിരുചി വളർത്തുവാൻ സ്ഥാപിക്കുന്ന ലാബുകൾ അഡൾട്ട് ടിങ്കറിംഗ് ലാബുകൾ.
പദ്ധതിയുടെ 5 വർഷത്തെ കാലാവധി കഴിഞ്ഞാൽ സ്കൂളുകളുടെ പരിപാലന ചുമതല ആർക്കായിരിക്കും? ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും. PMശ്രീ സ്കൂളുകളുടെ അന്തിമ സെലക്ഷൻ നടത്തുന്നത് ആരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറിയുടെ. താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള സ്കൂളുകളാണ് PMശ്രീ പദ്ധതിക്ക് കീഴിൽ വരുന്നത്? കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്ഥാപന സ്കൂളുകൾ. PMശ്രീ സ്കൂളുകളിൽ പ്രൈമറി ക്ലാസുകളിൽ പ്രാധാന്യം നൽകുന്ന അധ്യാപന രീതി ഏതാണ്? കളി അടിസ്ഥാനമാക്കിയുള്ള പഠനം, പ്ലേ ബേസ്ഡ് എക്സ്പെരിമെന്റൽ ലേണിംഗ്. PMശ്രീ പദ്ധതിയുടെ നടത്തിപ്പ് ജില്ലാ തലത്തിൽ നിരീക്ഷിക്കുന്നത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ്? ജില്ലാ കലക്ടർ. PMശ്രീ പദ്ധതി പ്രകാരം വികസിപ്പിക്കുന്ന സ്കൂളുകൾക്ക് നൽകേണ്ട പ്രധാന നിബന്ധന ഏതാണ്? സ്കൂളിന്റെ പേരിനൊപ്പം PMശ്രീ എന്ന് ചേർക്കണം. 2026 ജൂൺ 19 ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച കേരളത്തിന്റെ പുതുക്കിയ ബജറ്റ് വികസനത്തിനും പുതിയ തൊഴിൽ മേഖലകൾക്കും വലിയ ഊന്നൽ നൽകുന്നു. പുതിയ നികുതി ഭാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ചയും ക്ഷേമ പദ്ധതികളും ലക്ഷ്യമിടുന്നതാണ് പുതിയ ബജറ്റ്. R ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. മലബാറിൽ പുതിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് 50 കോടി വകയിരുത്തി. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്താൻ പദ്ധതി. ആരോഗ്യ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഗോൾഡൻ അവർ പ്രൊജക്ട്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കും. പുതിയ ബജറ്റിൽ 2 മെഡിക്കൽ കോളേജുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്തും ഹരിപ്പാടുമാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ വരാൻ പോകുന്നത്. വയനാടിന് സർവകലാശാല. വയനാട് ട്രൈബൽ സർവകലാശാല പ്രഖ്യാപിച്ചു. 50 കോടി വകയിരുത്തി. കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി പ്രഖ്യാപിച്ചു. ആശുപത്രികൾ മുതൽ ഗവേഷണം വരെ ലക്ഷ്യം. 100 കോടിയാണ് വകയിരുത്തിയത്. സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരുന്നു VD സതീശൻ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയും ഈ ബജറ്റിലെ പുതിയൊരു ആശയമായിരുന്നു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ ക്ഷേത്രങ്ങൾക്കായി തിരുപ്പതി മോഡൽ. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വൻകിട പദ്ധതി. കേരളത്തിലെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. തുറമുഖ മേഖലയ്ക്ക് വൻ പ്രഖ്യാപനം. മിഷൻ സമുദ്ര 400 കോടി വകയിരുത്തും. 10 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റോഡ് നികുതി 5% നിന്നും 3%. 15 മുതൽ 20 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി 8% നിന്ന് 5% കുറച്ചു. 40 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് റോഡ് നികുതി 10% നിന്നും 15% ഉയർത്തി. കേരളത്തിൽ മഴ കുറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് എൽ നിനോ. എന്താണ് എൽ നിനോ? എന്താണ് ലാ നിന? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നിവ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. പസഫിക് സമുദ്രത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം ആഗോള കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന 2 വിപരീത പ്രതിഭാസങ്ങളാണിവ. എൽ നിനോ സമുദ്രജലം ചൂടാക്കുമ്പോൾ ലാ നിന സമുദ്രജലത്തെ തണുപ്പിക്കുന്നു. ഇത് ഇന്ത്യയിലെ മൺസൂൺ മഴയെയും നേരിട്ട് സ്വാധീനിക്കുന്നു. പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് സാധാരണയായി പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റിന്റെ ഗതിമാറ്റം മൂലം ചൂടുവെള്ളം കിഴക്കൻ ഭാഗങ്ങളിലേക്ക് അഥവാ പെറു തീരത്തേക്ക് വ്യാപിക്കുന്നു. എൽ നിനോ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ കാലവർഷം അഥവാ മൺസൂൺ ദുർബലമാകുന്നു. മഴയുടെ അളവ് കുറയുവാനും സാധ്യതയുണ്ട്. ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വരൾച്ചയ്ക്കും കൃഷിനാശത്തിനും കാരണമായേക്കാം. എൽ നിനോയും ലാ നിനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. എൽ നിനോ സ്പാനിഷ് ഭാഷയിൽ ഉണ്ണിയേശു അഥവാ ചെറിയ ആൺകുട്ടി. ലാ നിന സ്പാനിഷ് ഭാഷയിൽ പെൺകുട്ടി. എൽ നിനോ സമയത്ത് മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ജലം അസാധാരണമാം വിധം ചൂടുപിടിക്കുന്നു. ലാ നിന സമയത്ത് മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ജലം അസാധാരണമാം വിധം തണുക്കുന്നു. എൽ നിനോ സമയത്ത് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റ് ദുർബലമാവുകയോ നിശ്ചലമാവുകയോ ചെയ്യുന്നു. ലാ നിന സമയത്ത് വാണിജ്യവാദങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. എൽ നിനോ ഇന്ത്യയിൽ മഴ കുറയുവാനും വരൾച്ചയ്ക്കും കാരണമാകുന്നു. ലാ നിന ഇന്ത്യയിൽ സാധാരണയിലോ അതിൽ കൂടുതലോ ശക്തമായ മഴ ലഭിക്കുന്നു. എൽ നിനോ സമയത്ത്
പെറുവിന് സമീപം ചൂടുള്ള ജലം എത്തുകയും മീൻപിടുത്തത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ലാനിന സമയത്ത് പെറു തീരത്തെ ആഴക്കടലിൽ തണുത്ത ജലം മുകളിലേക്ക് ഉയരുന്നു. എൽ നിനോ ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രതിഭാസമല്ല. ഓസ്ട്രേലിയയിൽ വരൾച്ചയ്ക്കും അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പേമാരിയും ഉണ്ടാക്കുന്നു. ലാനിന ഓസ്ട്രേലിയയിൽ വെള്ളപ്പൊക്കവും തെക്കേ അമേരിക്കയിൽ വരൾച്ചയ്ക്കും കാരണമാകുന്നു. ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളാണ്. ഇതിൽ ലാനിന ആണ് ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. താഴെ പറയുന്ന പ്രസ്താവന വായിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽ നിനോ. ഉപരിതല ജലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാരക്കാറ്റ് മധ്യ കിഴക്കൻ പസഫിക് മേഖലയിൽ അസാധാരണമായി തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ചൂട് പ്രവാഹമാണ് എൽ നിനോ. ഉപരിതല ജലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാരക്കാറ്റ് മധ്യകിഴക്കൻ പസഫിക് മേഖലയിൽ അസാധാരണമായി തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. വിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്തെ വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായിട്ട് 1923 ഒക്ടോബർ 20 അദ്ദേഹം ജനിച്ചത്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് മുഴുവൻ പേര്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായ വ്യക്തി. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പറായി. പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി 1946 പോലീസിന്റെ പിടിയിലായി. VS അച്യുതാനന്ദൻ ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1967 ആണ്. 1970 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 മുതൽ 2011 വരെ 12ാം കേരള നിയമസഭയിൽ കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹം മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. 1992 ആദ്യമായി പ്രതിപക്ഷ നേതാവായി. പിന്നീട് 2001 2011 പ്രതിപക്ഷ നേതാവായി. പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവ് 1992 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ, 2011 മുതൽ 2016 വരെ. 7 തവണ ഇദ്ദേഹം MLA ആയിട്ടുണ്ട്. 2016 ഓഗസ്റ്റ് 9 മുതൽ 2021 ജനുവരി 31 വരെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു. 4ാമത്തെ കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ. 2023 ഒക്ടോബർ 20 ഇദ്ദേഹത്തിന് 100 വയസ്സ് തികഞ്ഞിരുന്നു. 2025 ജൂലൈ 21 വൈകിട്ട് 3:20 തിരുവനന്തപുരം SUT ആശുപത്രിയിൽ നിന്ന് അന്തരിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. കേരളത്തിന്റെ 20ാം മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. 1923 ഒക്ടോബർ 20 ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയുമാണ് ഇദ്ദേഹം. ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1967 ആണ്. ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1967 ആണ്. 1967 വിജയിച്ച് MLA ആയ ഇദ്ദേഹം 7 തവണ കേരളത്തിൽ MLA ആയിട്ടുണ്ട്. 2006 മുതൽ 2011 വരെയുള്ള 12ാം കേരള നിയമസഭയിലെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. 2006 മുതൽ 2011 വരെയുള്ള 12ാം കേരള നിയമസഭയിലെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. ഇദ്ദേഹം 1992 മുതൽ 96 വരെയും, 2001 മുതൽ 2006 വരെയും, 2011 മുതൽ 2016 വരെയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. മലയാള സിനിമയിലെ നടനും സംവിധായകനുമായിരുന്ന ശ്രീനിവാസൻ 2025 ഡിസംബർ 20 അന്തരിച്ചു. 2025 ഡിസംബർ 20 കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പാട്യം എന്ന ഗ്രാമത്തിൽ 1956 ഏപ്രിൽ 6 ശ്രീനിവാസൻ ജനിച്ചത്.
1956 ഏപ്രിൽ 6 ജനിച്ചു. 1956 ഏപ്രിൽ 6 അന്തരിച്ചത് 2025 ഡിസംബർ 20. ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം 1976 P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയാണ്. ശ്രീനിവാസന്റെ ആദ്യത്തെ സിനിമ 1976 P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ 1989 പുറത്തിറങ്ങിയ വടക്ക് നോക്കി യന്ത്രമാണ്. ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രം 1976 P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കവും സംവിധാനം ചെയ്ത ആദ്യ ചിത്രം 1989 വടക്കുനോക്കി യന്ത്രവുമാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് 1956 ഏപ്രിൽ 6 ഇദ്ദേഹം ജനിച്ചത്. 1998 സാമൂഹിക പ്രതിപാദ വിഷയങ്ങളിലെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിന് ലഭിച്ചു. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത 2 സിനിമകളാണ് വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചത് 1998. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയത്: മികച്ച ചിത്രം വടക്കുനോക്കി യന്ത്രം 1989, മികച്ച കഥ സന്ദേശം 1991, മികച്ച തിരക്കഥ മഴയെത്തും മുൻപേ 1995, മികച്ച ജനപ്രിയ ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള 1998. 4 സിനിമയ്ക്കാണ് ശ്രീനിവാസന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചത്. സംവിധായകന്, കഥയ്ക്ക്, തിരക്കഥയ്ക്ക് എന്നീ 3 മേഖലകളിലായിട്ടാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്. മികച്ച ചിത്രം വടക്കുനോക്കി യന്ത്രം 1989, മികച്ച കഥ സന്ദേശം 1991, മികച്ച തിരക്കഥ മഴയെത്തും മുമ്പേ 1995, മികച്ച ജനപ്രിയ ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള 1998. 2006 തകരച്ചെണ്ട എന്ന ചിത്രത്തിന് അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. മികച്ച ജനപ്രിയ ചിത്രത്തിന് കഥ പറയുമ്പോൾ 2007 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഫിലിം ഫെയർ അവാർഡുകൾ: സൗത്തിൽ മികച്ച സംവിധായകന് മലയാളം ചിന്താവിഷ്ടയായ ശ്യാമള 1998, ഫിലിം ഫെയർ അവാർഡ് സൗത്ത് മികച്ച ചിത്രം മലയാളം കഥ പറയുമ്പോൾ 2007. 2025 ഏപ്രിൽ 28 അന്തരിച്ച മലയാളത്തിലെ വിഖ്യാതനായ സംവിധായകനാണ് ഷാജി എൻ കരുൺ. 2025 ഏപ്രിൽ 28 ഷാജി എൻ കരുൺ അന്തരിച്ചത്. 2025 ഏപ്രിൽ 28 കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. 7 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ലഭിച്ചു. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2023 JC ഡാനിയൽ പുരസ്കാരവും നേടി. ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് 1988 പിറവി. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് 1988 പിറവി. 2023 JC ഡാനിയൽ അവാർഡും 2011 പത്മശ്രീയും ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2011 പത്മശ്രീ, 2023 JC ഡാനിയൽ പുരസ്കാരവും. ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് 1988 പിറവി. പിറവി, സ്വം, വാനപ്രസ്ഥം തുടങ്ങിയവ കാൻ മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടിസ്രാങ്ക്, സോപാനം, നിഷാദ്, ഓള് എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് സിനിമകൾ. 40 ചിത്രങ്ങളുടെ ഛായാഗ്രഹകനായിരുന്നു ഷാജി എൻ കരുൺ. ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യാ വിഭജനത്തിന് മുൻപ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഖായിൽ 1932 സെപ്റ്റംബർ 26 മൻമോഹൻ സിംഗ് ജനിച്ചത്. 1932 സെപ്റ്റംബർ 26 1932 സെപ്റ്റംബർ 26 മൻമോഹൻ സിംഗ് ജനിച്ചത്. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. 2024 ഡിസംബർ 26 ഇദ്ദേഹം അന്തരിച്ചത്. 2024 ഡിസംബർ 26 1932 സെപ്റ്റംബർ 26 ജനിക്കുകയും 2024 ഡിസംബർ 26 അന്തരിക്കുകയും ചെയ്തു.
സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നല്ലാത്ത പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയുമാണ് മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി IMF അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിലെത്തുന്നത്. 1982 മുതൽ 1985 വരെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. മൻമോഹൻ സിംഗ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായത് 1982 മുതൽ 1985 വരെയാണ്. പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു മൻമോഹൻ സിംഗ്. 1991 പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു മൻമോഹൻ സിംഗ്. 1982 മുതൽ 85 വരെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. 1991 മുതൽ 96 വരെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന കാലയളവ് 1991 മുതൽ 96 വരെ. 2004-നും 2014-നും ഇടയിൽ തുടർച്ചയായി 2 തവണ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPA നയിച്ചു. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ നവ ഉദാരവൽക്കരണത്തിന്റെ പിതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991-ലെ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ആവിഷ്കർത്താവാണ് ഇദ്ദേഹം. UGC ചെയർമാനായിരുന്നു 1991-ൽ. മൻമോഹൻ സിംഗ് UGC ചെയർമാനായിരുന്ന കാലയളവ് 1991. 1991-ൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാനായി. 1991-ൽ ഇദ്ദേഹം UGCയുടെയും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ചെയർമാനായിരുന്നു. 1991-ൽ ഇദ്ദേഹം അസമിനെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മൻമോഹൻ സിംഗ് അസമിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991-ൽ തുടർച്ചയായി 5 തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ 2013 വരെ തുടർച്ചയായി 5 തവണയാണ് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1991-ൽ അസമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു. 5 തവണയായിട്ടാണ് തുടർച്ചയായിട്ട് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991 മുതൽ 2013 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. 1998 മുതൽ 2004 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2024-ലാണ് ഇദ്ദേഹം രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങിയത്. 2019 മുതൽ 2024 വരെ രാജസ്ഥാനെ പ്രതിനിധീകരിച്ചായിരുന്നു ഇദ്ദേഹം രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 1998 മുതൽ 2004 വരെ മൻമോഹൻ സിംഗ് പ്രതിപക്ഷ നേതാവായിരുന്നു രാജ്യസഭയിൽ. 2019 മുതൽ 2024 വരെ രാജ്യസഭയിൽ പ്രതിനിധീകരിച്ചു. ഒരിക്കൽ പോലും ലോകസഭാ അംഗമായിട്ടില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് രാജ്യസഭയിലൂടെ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. 1987-ൽ രാജ്യം ഇദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. പത്മവിഭൂഷൺ ലഭിച്ചത് 1987-ൽ. മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാ മണി അവാർഡ് 1993-ലും 94-ലും ലഭിച്ചു. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് 1993-ൽ ലഭിച്ചു. ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദി വേൾഡ് പട്ടികയിൽ 2005-ലും 2010-ലും ഉൾപ്പെട്ടു. ഡോക്ടർ മൻമോഹൻ സിംഗിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് 1987-ലാണ്. മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡ് 1993-ലും 94-ലും ലഭിച്ചു. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് 1993-ൽ ലഭിച്ചു. ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദി വേൾഡ് പട്ടികയിൽ 2005-ലും 2010-ലും ഉൾപ്പെട്ടു. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരവും ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അനുവദിച്ചിരിക്കുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2026 ഫെബ്രുവരിയിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അനുവദിച്ചിരുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026-ലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗികൻ ആരാണ്? രൺവീർ സച്ദേവ. ഭാരത് മണ്ഡപത്തിൽ നടന്ന
ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026 ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗികൻ രൺവീർ സച്ദേവ. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2026 ഫെബ്രുവരിയിൽ ഇൻഡിവുഡ് ഭാഷാ കേസരി പുരസ്കാരം ലഭിച്ച പ്രശസ്ത സിനിമാ ഗാനരചയിതാവും സംവിധായകനുമായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയ കേരള സർക്കാർ പദ്ധതി സംരംഭക വർഷം പദ്ധതി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയ കേരള സർക്കാർ പദ്ധതി സംരംഭക വർഷം പദ്ധതി. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് നിലവിൽ വന്നതെവിടെ? വാളാംതോട്, മലപ്പുറം. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് നിലവിൽ വന്നതെവിടെ? വാളാംതോട്, മലപ്പുറം. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന 2595 കോടി രൂപയുടെ കാർഷിക വികസന പദ്ധതി കേര നടപ്പിലാക്കുന്നത് ലോകബാങ്കിന്റെ സഹായത്തോടെയാണ്. വന്യമൃഗങ്ങളെ മയക്കുവെടി വയ്ക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനം ഗജാസ്ത്രം വികസിപ്പിച്ചത് ഡോക്ടർ PB ഗിരിദാസ്. 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വയ്ക്കുവാനുള്ളതാണ് ഗജാസ്ത്രം സംവിധാനം. ലോറൻസ് സ്പോർട്ടിംഗ് മൊമെന്റ് പുരസ്കാരം 2020 സച്ചിൻ ടെണ്ടുൽക്കർ നേടി. കംബാക്ക് ഓഫ് ദി ഇയർ പട്ടികയിൽ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് ഇടം നേടി. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പട്ടികയിൽ ജാവലിൻ താരം നീരജ് ചോപ്ര ഇടം പിടിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ മിസൈൽ. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ മിസൈൽ. കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രഹരിക്കുവാനുള്ള ഷിൽ ഹ്രസ്വദൂര മിസൈലാണ്. ലോക നേതാക്കളിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നേതാവ് നരേന്ദ്രമോദി. മോദിയുടെ യൂട്യൂബ് ചാനലിന് 3 കോടി വരിക്കാരായി. 2ാം സ്ഥാനത്ത് ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസോനാരോ ആണ്. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിന് ലഭിക്കുന്ന ആദ്യ ലോക നേതാവും നരേന്ദ്രമോദിയാണ്. 2020 ലോകകപ്പിൽ വിജയകരമായ റൺ ചേസിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സഞ്ജു സാംസൺ. വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ നേടിയ 97 റൺസാണ് സഞ്ജുവിനെ ഈ ചരിത്ര നേട്ടത്തിന് അർഹനാക്കിയത്. 2020 ലോകകപ്പിൽ ഇന്ത്യ ചേസ് ചെയ്ത് വിജയിക്കുന്ന ഏറ്റവും ഉയർന്ന ലോട്ടാണിത്. 2014 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 173 റൺസ് അടിച്ച് ജയിച്ചതായിരുന്നു ഇതുവരെയുള്ള മികച്ച പ്രകടനം. 2020 ലോകകപ്പിലെ ഒരു എഡിഷനിൽ കൂടുതൽ സിക്സർ എന്ന റെക്കോർഡിട്ടത് വെസ്റ്റ് ഇൻഡീസിന്റെ ഷിഫ്രോൺ ഹെറ്റ്മെയർ ആണ്. 18 സിക്സ് അടിച്ച പാകിസ്ഥാന്റെ സാഹിബ് സദഫർഖാനെ മറികടന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് തുടർച്ചയായ 8ാം 2020 വിജയം നേടി. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ബാറ്റർ സ്മൃതി മന്ദാന. ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവർട്ടിനെ പിന്തള്ളിയാണ് സ്മൃതി റാങ്കിങ്ങിൽ തലപ്പത്തെത്തിയത്. 9ാം സ്ഥാനം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. 12ാം സ്ഥാനം ജമീമ റോഡ്രിഗസ്. കേരള PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫെയർ പോർഷനാണ് 2026 ഏപ്രിലിൽ നടന്ന നിയമസഭാ ഇലക്ഷൻ. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശത്തും ഇലക്ഷൻ നടന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് VD സതീശനാണ്. തമിഴ്നാട് ചീഫ് മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയ് ആണ്. C. ജോസഫ് വിജയ്, പാർട്ടി TVK. പുതുച്ചേരിയുടെ CM രംഗസ്വാമി. 5ാമത്തെ തവണയാണ് പുതുച്ചേരിയുടെ CM ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അസം CM ഹിമന്ത് ബിശ്വ ശർമ്മ. ബംഗാൾ CM സുവേന്ദു അധികാരി. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 9-നായിരുന്നു. വോട്ടെണ്ണൽ മെയ് 4-നും. പ്രോട്ടേം സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് G. സുധാകരനാണ്. MLAമാർ സത്യപ്രതിജ്ഞ ചെയ്തത് മെയ് 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടന്നത് മെയ് 22-നുമാണ്.
16ാം നിയമസഭ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 77 വയസ്സാണ് ഇദ്ദേഹത്തിന്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ പ്രായത്തിലും അനുഭവ സമ്പത്തിലും ഒന്നാമനാണ്. KSU സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചു. KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. നിലവിൽ KPCC അച്ചടക്ക സമിതി അധ്യക്ഷനാണ്. 2 തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം പിണറായി വിജയനാണ്. മണ്ഡലം ധർമ്മടം. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം AD തോമസ്, ആലപ്പുഴ മണ്ഡലം. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് കുഞ്ഞാലിക്കുട്ടി, മലപ്പുറം മണ്ഡലം. 85,327 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം C രവീന്ദ്രനാഥ്, 126 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. മണ്ഡലം മണലൂർ. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ പിണറായി വിജയനാണ്. ഈ തവണത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDFനും UDFനും പുറമെ BJP സ്ഥാനാർത്ഥിയും മത്സരിച്ചിരുന്നു. 16ാം നിയമസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ്: VD സതീശൻ ധനകാര്യം, പൊതുഭരണം, ആസൂത്രണം, നിയമം, തുറമുഖം, ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, IT ഒഴികെയുള്ള മറ്റൊരിടത്തും പരാമർശിച്ചിട്ടില്ലാത്ത പ്രധാന നയകാര്യങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT, AI സ്റ്റാർട്ടപ്പുകൾ. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, ജയിലുകൾ. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം. മോൻസ് ജോസഫ് ജലസേചനം, ഭവന നിർമ്മാണം. ഷിബു ബേബി ജോൺ വനം, തൊഴിൽ, നൈപുണ്യ വികസനം. അനൂപ് ജേക്കബ് ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്. CP ജോൺ ഗതാഗതം. AP അനിൽകുമാർ റവന്യൂ. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം. PC വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികം. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം. ബിന്ദു കൃഷ്ണ വനിതാ ശിശുവികസനം, ക്ഷീരവികസനം. M ലിജു സഹകരണം, എക്സൈസ്. KM ഷാജി തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം. PK ബഷീർ പൊതുമരാമത്ത്. VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്, സാമൂഹിക നീതി. T സിദ്ദിഖ് കൃഷി. KA തുളസി പട്ടികജാതി പട്ടികവർഗ വികസനം. OJ ജനീഷ് കായികം, രജിസ്ട്രേഷൻ. മന്ത്രിമാരും അവർ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളും: VD സതീശൻ പറവൂർ, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം, രമേശ് ചെന്നിത്തല ഹരിപ്പാട്, സണ്ണി ജോസഫ് പേരാവൂർ, K മുരളീധരൻ വട്ടിയൂർക്കാവ്, മോൻസ് ജോസഫ് കടുത്തുരുത്തി, ഷിബു ബേബി ജോൺ ചവറ, അനൂപ് ജേക്കബ് പിറവം, CP ജോൺ തിരുവനന്തപുരം, AP അനിൽകുമാർ വണ്ടൂർ, N ഷംസുദ്ദീൻ മണ്ണാർക്കാട്, PC വിഷ്ണുനാഥ് കുണ്ടറ, റോജി M ജോൺ അങ്കമാലി, ബിന്ദു കൃഷ്ണ കൊല്ലം, M ലിജു കായംകുളം, KM ഷാജി വേങ്ങര, PK ബഷീർ ഏറനാട്, VE അബ്ദുൽ ഗഫൂർ കളമശ്ശേരി, T സിദ്ദിഖ് കൽപ്പറ്റ, KA തുളസി കോങ്ങാട്, OJ ജനീഷ് കായംകുളം. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 11 വനിതകളാണ് വിജയിച്ചത്. 3 മുന്നണികളിൽ നിന്നായി 48 വനിതകൾ ജനവിധി തേടി. വിജയിച്ചവരിൽ 9 പേർ UDF, 2 പേർ LDF. LDFിൽ നിന്ന് വിജയിച്ചവർ OS അംബിക ആറ്റിങ്ങൽ, ഗീതാ ഗോപി നാട്ടിക. UDFിൽ നിന്ന് വിജയിച്ചവർ രമ്യ ഹരിദാസ് ചിറയിൻകീഴ്, ഷാനിമോൾ ഉസ്മാൻ അരൂർ, വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂർ, ഉഷ വിജയൻ മാനന്തവാടി, തുളസി ടീച്ചർ കോങ്ങാട്, ഫാത്തിമ തെഹലിയ പേരാമ്പ്ര, ഉമാ തോമസ് തൃക്കാക്കര, ബിന്ദു കൃഷ്ണ കൊല്ലം, KK രമ വടകര. മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA ആണ് ഫാത്തിമ തെഹലിയ. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചത് LDFിൽ നിന്ന് AC മൊയ്തീൻ 35 വോട്ട്, UDFിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ട്, NDAയിൽ നിന്ന് BB ഗോപകുമാർ 3 വോട്ട്. 16ാം കേരള നിയമസഭയാണ് ഇപ്പോൾ രൂപീകരിച്ചത്. 24ാമത് കേരള മുഖ്യമന്ത്രിയാണ് VD സതീശൻ. 25ാമത് സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 23ാമത് കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.